മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് നാം സ്വീകരിക്കണം. മനസ്സാക്ഷിക്ക് സമാധാനം കൊടുക്കാൻ മതിയായത് നീ ഈശ്വരൻ്റെ അടുക്കലാണ് എന്ന് മനുഷ്യനോട് മന്ത്രിക്കുന്നതുമായ ഒരു തൃപ്തിയെ അദ്ദേഹം ഉത്തമങ്ങളായ ഗ്രന്ഥങ്ങളിൽ നിന്ന് വാറ്റിയെടുത്തു. എന്താണ് ഈ അതിയായ സ്നേഹം? ജന്തുക്കളുടെയും ചെടികളുടെയും നേർക്കു കൂടി ഒഴുകിച്ചെല്ലുന്ന ആ സത്വഗുണപ്രധാനമായ പരോപകാരശീലം. അദ്ദേഹം നിന്ദ കൂടാതെ ജീവിച്ചു പോന്നു. ഈശ്വര സൃഷ്ടികളുടെ മേൽ അദ്ദേഹം ദയാലുവായിരുന്നു. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണിത്. ഒരു ദിവസം അദ്ദേഹം ഒരു എറുമ്പിൻ്റെ മേൽ തൻ്റെ കാല് കൊള്ളരുത് എന്ന് വിചാരിച്ച് ചാടി, ഉറുമ്പിനെ എടുത്തു വെച്ച് ചാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലുടുക്കി. യുഗോൻ്റെ മെത്രാൻ്റെ ക്യാരക്ടറാണ് പറയുന്നത്. ഉറുമ്പിനെ പോലും ദ്രോഹിക്കാതിരിക്കാൻ ചാടിയിട്ട് കാലുടുക്കി. കുട്ടികളുടെ മട്ടിലുള്ള ആഹ്ലാദത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ സംസാരം, കുട്ടികളുടെ പോലുള്ള സംസാരം അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷ സൗഭാഗ്യമായിരുന്നു എന്ന് ഹ്യൂഗോ അടിയവരായിട്ട് പറയാണ്. അങ്ങനെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഒരു നിർവൃതി തോന്നും. അദ്ദേഹത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും സന്തോഷരശ്മികൾ ഉജ്ജ്വലിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാവും. ശുദ്ധവും രക്തപ്രസാദമുള്ളതുമായ ദേഹവർണം. ഒരാളെ കണ്ടാൽ നല്ലൊരുത്തൻ എന്നും ഒരു വയസ്സനെയാണെങ്കിൽ നല്ലൊരാളെന്നും ജനങ്ങളെ കൊണ്ട് പറയിക്കുന്ന ഒരു സൗഭാഗ്യത്തെയും ഒരു തറവാടിത്തത്തെയും അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു. ബഹുമാനം, വാചാതീതമായൊരു ബഹുമാനം ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ തുളഞ്ഞിറങ്ങി നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കും. മുസ്ലിം റിയലിൻ്റെ ഈ ക്യാരക്ടർ നാലപ്പാടിൻ്റെ കൂടി ക്യാരക്ടറാണല്ലോ. അതാണ് എന്തുകൊണ്ടാണ് ഈ ഹ്യൂഗോവിൻ്റെ ഈ കൃതി നാലപ്പാട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകത. അത് ഈ സ്വഭാവങ്ങളൊക്കെ നാലപ്പാടിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ രൂപവും മട്ടും ഒക്കെ അങ്ങനെയാണ്. മെത്രാൻ്റെ ഓരോ ദിവസവും നല്ല വിചാരങ്ങളെ കൊണ്ടും നല്ല പ്രവൃത്തികളെ കൊണ്ടും വക്ക് വരെ തികച്ചു നിറഞ്ഞിരുന്നു. തനിച്ച് തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി സ്നേഹപരിപൂർണനായി ആകാശത്തിൻ്റെ ശാന്തതയെയും തൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തതയെയും തമ്മിൽ തട്ടിച്ചു നോക്കിക്കൊണ്ട് അന്ധകാരത്തിൻ്റെ ഇടയിലുള്ള നക്ഷത്രങ്ങളുടെ ദൃശ്യമായ തേജസ്സിനാലും ഈശ്വരൻ്റെ അദൃശ്യമായ തേജസ്സിനാലും ഇളക്കപ്പെട്ട മനസ്സുമായി അജ്ഞാത മഹാത്മ്യത്തിൽ നിന്ന് പൊഴിയുന്ന വിചാരപരമ്പരയ്ക്ക് മുമ്പിൽ തൻ്റെ ഹൃദയത്തെ തുറന്നു വെച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ ഉലാത്തും. ഈ വക സന്ദർഭങ്ങളിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്ന രാത്രിയിൽ കൊളുത്തിവെച്ച ഒരു വിളക്ക് പോലെ പാതിരപ്പൂക്കൾ സ്വസൗരഭ്യത്തെ അർപ്പണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തൻ്റെ ഹൃദയത്തെ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ, പ്രപഞ്ചം മുഴുവനും സാർവത്രികമായ പ്രകാശത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, അതിനു നടുവേ ആഹ്ലാദപരങ്ങളായ വിചാരങ്ങളിലേക്ക് അദ്ദേഹം തന്നെ സമർപ്പിക്കുന്ന ചില സമയത്ത് തൻ്റെ ആത്മാവിനുള്ളിൽ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് പക്ഷേ തന്നോട് തന്നെ അദ്ദേഹത്തിന് പറയാൻ വയ്യായിരിക്കും. തന്നിൽ നിന്ന് ചിലത് പുറത്തേക്ക് പറന്നു പോകുന്നതായും ചിലത് തന്നിലേക്ക് ഇറങ്ങി വരുന്നതായും അദ്ദേഹത്തിന് തോന്നും. ആത്മാവിൻ്റെ അഗാധതയും പ്രപഞ്ചത്തിൻ്റെ അഗാധതയും തമ്മിലുള്ള നിഗൂഢമായ കൈമാറ്റം. അറിവാൻ കഴിയാത്തതിനെ അറിവാൻ ശ്രമിക്കാതെ അദ്ദേഹം അതിനെ സൂക്ഷിച്ചു നോക്കും. താൻ ഈശ്വരനെ പഠിച്ചു നോക്കിയില്ല, ഈശ്വരനെ കണ്ട അമ്പരന്നു. ഒരു ജീവകാലത്തിനുള്ളിൽ കയ്യിൽ കിട്ടുന്ന വിശ്രമ സമയത്തെ പകൽ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതിനും രാത്രി മനോരാജ്യം വിചാരിക്കുന്നതിനുമായി വിഭജിക്കുന്ന ഈ വയസ്സനെ പിന്നെ ഇതിലധികം എന്ത് വേണം? മേൽത്തട്ടിന് ആകാശമുള്ള ഈ ചുരുങ്ങിയ വേലിക്കകം അദ്ദേഹത്തെക്കൊണ്ട് ഈശ്വരൻ്റെ ദിവ്യചേഷ്ടിതങ്ങളെ വിചാരിച്ച് ആരാധിപ്പിക്കുന്നതിന് ധാരാളം പര്യാപ്തമല്ലയോ? വാസ്തവത്തിൽ സകലത്തെയും ഇത് പരാമർശിക്കുന്നില്ലേ? ഇതിനു മീതെ എന്തൊന്നാണ് ആഗ്രഹിക്കാൻ കിടക്കുന്നത്? നടക്കുവാനൊരു ചെറിയ തോട്ടം, മനോരാജ്യം വിചാരിക്കാൻ അത്രയും അപാരത, കാൽച്ചുവട്ടിൽ കൃഷി ചെയ്തുണ്ടാക്കി പറിച്ചെടുക്കാൻ വേണ്ടത്, തലയ്ക്ക് മീതെ പഠിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ആവശ്യമുള്ളത്, ചില പുഷ്പങ്ങൾ ഭൂമിയിൽ, എല്ലാ നക്ഷത്രങ്ങളും ആകാശത്തിൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലോകം. ഈ മനുഷ്യനെ ജ്ഞാനിയാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ ഹൃദയമാണ്. അവിടെ നിന്ന് പുറപ്പെടുന്ന പ്രകാശം കൊണ്ടുണ്ടായതാണ് അദ്ദേഹത്തിൻ്റെ അറിവ്. അറിവ് പഠിച്ചുണ്ടാക്കുന്നതല്ല. അറിവ് ഹൃദയത്തിലെ കാരുണ്യത്തിൻ്റെ ഒരു പ്രകാശം കൊണ്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. അതാണ് പറയുന്നത്. അന്യോന്യം സ്നേഹിക്കുക. ഈ വാക്യത്തിൽ സകലവും ഒതുങ്ങിയതായി അദ്ദേഹം പറഞ്ഞു. ഇതിലധികമൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മശാസ്ത്രം മുഴുവൻ ഇതിൽ അന്തർഭവിച്ചു. ഇതെന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു കഥയില്ലായ്മയാണെങ്കിൽ മുത്തുച്ചിപ്പിയിൽ മുത്തെന്ന പോലെ ആത്മാവിനെ ആ കഥയില്ലായ്മയ്ക്കുള്ളിൽ സ്വയം അടച്ചിടണം. അങ്ങനെ അദ്ദേഹം അതിൽ അവനവനെ തന്നെ അടച്ചിട്ടു. സ്നേഹത്തിൽ അദ്ദേഹം അതിൽ പാർപ്പാക്കി. അദ്ദേഹം അതുകൊണ്ട് തികച്ചും തൃപ്തിപ്പെട്ടു.
ഇതൊരു 26 ഉദ്ധരണികൾ. ഈ ഉദ്ധരണികളിലൂടെ ഹ്യൂഗോ വരച്ചു കാട്ടിയ മെത്രാൻ്റെ ചിത്രം കൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. കാരണം എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന ശരീരപ്രകൃതി, ജീവിത രീതി, അനുഭവങ്ങൾ, ആ തറവാട്ടിലെ എഴുത്തുമുറിയും കിടപ്പുമുറിയിലെ അലങ്കാരവും നർമ്മസംഭാഷണവും പൊട്ടിച്ചിരിയും അനപത്യതയും വാനപ്രസ്ഥൻ്റെ വിരക്തിയിൽ നിന്ന് ഈശ്വരത്വത്തിലേക്കുള്ള പ്രയാണവും മറ്റുള്ളവരിൽ ജലിപ്പിക്കുന്ന അഭിപ്രായവും അമ്മമ്മ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ സഹോദരിയിൽ അവരുടെ പ്രകൃതി സ്വഭാവമുള്ള ഒരു സഹോദരിയുടെ ഗൃഹഭരണം, ദാരിദ്ര്യം, നിഷ്കളങ്കത, സൗമ്യമായിട്ട് അർത്ഥപൂർവം പറയുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകൾ, സന്യാസത്തിൻ്റെ പൊട്ടലും ചീറ്റലും ഇല്ലാത്ത മൃദുപ്രകൃതം, നല്ലവണ്ണം പഠിച്ചു മാത്രം അഭിപ്രായം പറയുന്നൊരു രീതി, സത്യസന്ധത, സ്ത്രീകളോടും കുട്ടികളോടുമുള്ള പെരുമാറ്റം, പ്രേമഭാജനം മരിച്ചപ്പോൾ അവരുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടെ തേജസ്സിനെ കണ്ടെത്തിയ രീതി, കണ്ണിന് മുമ്പിൽ താൻ തന്നെ പുല്ലും പറിച്ച് ശുശ്രൂഷിച്ച് വളർത്തുന്ന കൊച്ചു പനിനീർത്തോട്ടം, ആ ശാന്തമായ ധീരത. ആ തോട്ടമൊക്കെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. ആ തോട്ടവും ആ പുളിയാറിൽ വളരണ ചെറിയ തോട്ടം, അതിൻ്റെ ഉള്ളിൽ ഈ പല വിധത്തിലുള്ള പനിനീർ പൂക്കൾ, ആ ശാന്തമായൊരു ധീരത. മനസ്സിൽ എല്ലാവിധത്തിലും സന്യാസം എത്തിയിട്ടും മോടിയും അന്തസ്സുമുള്ള സമ്പ്രദായം മുഴുവൻ വിട്ടുപോയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ആ കിടപ്പറയിലെ ചമയൽ സാധനങ്ങൾ, വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈശ്വരൻ എന്ന പോലെ സുരക്ഷിതത്വം നൽകുന്ന സാന്നിധ്യം, ഒരു ഋഷിയുടെ ഏകാന്തത, സാധാരണക്കാർ കരുതുന്ന വിധത്തിലുള്ള ജീവിത വിജയങ്ങളോടുള്ള താല്പര്യക്കുറവ്, ആ തറവാടിത്തം, നക്ഷത്രങ്ങളെ നോക്കി മനോരാജ്യം കാണുന്ന ആ ഒരു പതിവ്, അദ്ദേഹത്തെ ജ്ഞാനിയാക്കി തീർത്ത ഹൃദയം, സ്നേഹം കൊണ്ട് തൃപ്തിപ്പെടുന്ന സ്വഭാവം, എല്ലാം മെത്രാൻ്റെ മാത്രമല്ല നാലപ്പാടൻ്റെ സ്വഭാവങ്ങളാണ്. ഈ സ്വഭാവങ്ങളാണ് ഒരു രാജ്യത്തെ മനുഷ്യർ വളർത്തിയെടുക്കേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ആലോചിച്ചറിയുമ്പോൾ ഗാന്ധിയുടെ തത്വശാസ്ത്രം നാലപ്പാടിനെ സ്വാധീനിച്ചത് തൻ്റെ ജീവിത ദൗത്യം മറ്റൊരു വിധത്തിൽ ഗാന്ധിയുടെ ജീവിത ദൗത്യം തന്നെയാണ് എന്നുള്ള അറിവാണ് എന്ന് വ്യക്തമാകും. ഇത് തന്നെയാണ് വാസ്തവത്തിലെ നാലപ്പാട്ടിൻ്റെ തർജ്ജമ ഭാവന, പാവങ്ങളിലെ തർജ്ജമ ഭാവനയുടെ രഹസ്യവും ഇത് തന്നെയാണ്. ഡീലമെത്രാനും പൗരസ്ത്യദീപത്തിലെ ബുദ്ധനും ഒരു നാണ്യത്തിൻ്റെ ഇരുവശങ്ങളാണ്. ഗാന്ധിയും അതിൻ്റെ ഒരു ഭാഗമാണ്. അവരൊക്കെ ഒരേ മാതിരിയുള്ള ആളുകളാണ്. പൗരസ്ത്യമായാലും പാശ്ചാത്യമായാലും ദീപം തന്നെയാണ്, വെളിച്ചം തന്നെയാണ്. അങ്ങനെ ഒരാളെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് കൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും ഹ്യൂഗോ പറയുന്നത് പോലെ ഗുണമുണ്ടായേക്കും. ആ മെത്രാനെ കണ്ടുമുട്ടിയാൽ ഓരോരുത്തർക്കും ഗുണമുണ്ടായേക്കും എന്ന് ഹ്യൂഗോ പറഞ്ഞ പോലെയാണ് നാലപ്പാടിൻ്റെ കാര്യം. അദ്ദേഹത്തെ കണ്ടുമുട്ടിയവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട്.